മക്കളുടെ ഒരു ഐഡിയ ആണല്ലോ. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ അമലും ഉണ്ട്. ഇങ്ങനെ ഒരു വീട് പണിതപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ അയ്യോ ഇങ്ങനെ ഒരു ഡിസൈൻ വേണോന്ന് തോന്നിയോ? ഒരിക്കലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചൂടാണെങ്കിലും നമ്മൾ ഈ ഒരു ഗ്രിൽ ഡോർ തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. എന്തൊരാശ്വാസം അല്ലേ. ലിവിംഗ് സ്പേസ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പബ്ലിക് സ്പേസ്. അങ്ങ് കിച്ചൺ വരെ, കിച്ചണും പോട്ട് അങ്ങ് പുറത്ത് അല്ലേ? അതെ, മെയിൻ ഡോർ വരെ നമുക്ക് വിസിബിൾ ആണ്. ഒരാളിപ്പോ TV കാണുവാണെങ്കിൽ ഒരാൾ കിച്ചണിൽ വർക്ക് ചെയ്യുവാണെങ്കിലും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് തന്നെ. അതെ അതെ അതെ. നമ്മളിപ്പോ ഈ കാണുന്ന ജാലി പാറ്റേൺ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഒരു L ഷേപ്പ് കോറിഡോർ ആണ്. അപ്പൊ ഈ കോറിഡോറിലാണ് നമ്മുടെ 3 ബെഡ്റൂംസ് വരുന്നത്. ഇതിങ്ങനെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ലൂവേഴ്സ് ഉള്ള പോലെ തന്നെ തോന്നൂല്ലേ? അതെ, പക്ഷെ ഒരു സൈഡിലേ ഉള്ളൂ. ഒരു സൈഡിലെ ലൂവറിന്റെ ഷാഡോ ആണ്. 45 ലക്ഷം രൂപയ്ക്കാണ് ഈ 2000 സ്ക്വയർ ഫീറ്റിലെ വീട് പൂർത്തിയായി. വീടും കോമ്പൗണ്ട് വാളും. കമോൺ എവരിബഡി. സച്ചിൻ, പിഞ്ചു, നമ്മൾ എവിടെ പിഞ്ചു? നമ്മൾ വയനാട് മരകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് ഞങ്ങളുടെ വീടിന്, ഞങ്ങളുടെ നാടിന് നടവയലിന് തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ് മരകാവ്. ഇവിടെ നമ്മുടെ പുറകിലൊരു വീട് കണ്ടോ, ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ പോലെയൊക്കെയുള്ള അല്ലേ ഒരു വീടാണ്. ഈ വീടിന്റെ പേര് മൂൺ എന്നാണ്. ശരിക്കും ഒരു അതുപോലെ ഇങ്ങനെ വെളുത്ത് ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വീടാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആ ബ്ലൂ ഒക്കെ കൂടി വന്നപ്പോൾ ഒരു സ്റ്റൈലില്ലേ, ബ്ലൂ മൂൺ ആയി അല്ലേ? അതെ, ബ്ലൂ മൂൺ ആയി. അത് നല്ലൊരു വീടാണ് കേട്ടോ. ശരിക്കും ഒരു ക്യൂട്ട് വീടാണ്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂം വീട്, 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഒത്തിരി പ്രത്യേകതകളുണ്ട്. അമൽ ബെന്നിയാണ് ഈ വീടിന്റെ ആർക്കിടെക്ട്. ഓക്കെ, അപ്പൊ വീടിന്റെ കാഴ്ചകളിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ഇതാണ് അമൽ, ആർക്കിടെക്ട് അമൽ. അതെ, പുൽപ്പള്ളിക്കാരനാണ്. എന്താ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? എ കോൺസെപ്റ്റ് ആർക്കിടെക്ചർ ഒരു കോൺസെപ്റ്റ്, എ കോൺസെപ്റ്റ്. അതെ, ഒരു കോൺസെപ്റ്റ് സ്റ്റുഡിയോ. എവരിതിങ് ബിഗിൻസ് വിത്ത് എ കോൺസെപ്റ്റ് എന്നാണല്ലോ. അതെ, അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണിത്. അതെ അല്ലേ? എത്ര നാളായി അമലെ ഈ വീട് പണി കഴിഞ്ഞിട്ട്? വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 year ആവുകയാണ്. 1 വർഷം. അപ്പൊ ഇത് ശരിക്കും വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ത്രൂഔട്ട് നല്ല തൂവെള്ള നിറം, ഒരു ശരിക്കും ഒരു പൂർണ്ണചന്ദ്രനെ പോലെ ഉള്ളൊരു വീടാണ്. ആ ഒരു വൈറ്റ് തീം ആയതുകൊണ്ടാണ് അതിന് 3 എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ ആ വീടിന്റെ ഒരു വൈറ്റ് തീമും അതുപോലെ വീട്ടിൽ വരുന്ന ഒരു കർവ് എലമെന്റും അതുപോലെ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്കൈ. അപ്പം ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ മൂൺ ആണ് ആക്ച്വലി. നമ്മുടെ സ്കൈയും ഈ ഒരു വൈറ്റ് വീടും കൂടി വരുമ്പോൾ അതാണ് അതിനെ, ഈ നെയിമാണ് ഈ വീടിനെ കംപ്ലീറ്റ് ആക്കുന്നത്. നീളത്തിലുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതെ അതെ, വീതിയാണ് നമുക്ക് കൂടുതൽ, പക്ഷെ ലോങ് ആണ്. നമുക്ക് മുറ്റത്തിന് വീതി കുറവാണ്. മുറ്റത്തിന് വീതി കുറവാണ്. ഇങ്ങനെ കിട്ടും, കുറച്ച് ദൂരം കിട്ടും അല്ലേ? ഓക്കെ. അവിടെ ഇങ്ങനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന എലവേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇല്ല, സൺഷെയ്ഡ് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ റോഡ് ഫേസിംഗ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആയിരുന്നു. അതായത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു പോർഷനിലേക്കാണ് വീടിന്റെ ഫേസിങ് നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഈ എക്സ്റ്റീരിയർ ഫെസാഡിന്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐഡിയ കിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, കാരണം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലേ. അപ്പം ഇവിടെ ചൂടാണെങ്കിലും നമ്മൾ ഈ ഒരു ഗ്രിൽ ഡോർ തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. എന്തൊരാശ്വാസം അല്ലേ? അതെ, പെട്ടെന്ന് അതിന്റെ ആ ചൂടിന്ന് ഇങ്ങോട്ട് വെയിലങ്ങ് മാറി. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും വീട് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അതെ, പക്ഷെ നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ വീടിന്റെ ഫേസിങ് റോഡിലേക്കാണ്, അങ്ങോട്ടേക്കാണ്. പക്ഷെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് റോഡിലേക്കും വ്യൂ കിട്ടും, എന്നാൽ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ചീറ്റിംഗ്. കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് കോങ്ങണിട്ട് നോക്കുന്നത്. അതെ അതെ. കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട്, ഒരു ജാലിയാണോ അല്ലേ? അതെ, കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ജാലി തന്നെയാണ്. അത് നമുക്ക് ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോഡിലൂടെ പാസ് ചെയ്യുമ്പം ഇതൊരു വീടായിട്ട് തോന്നണമെന്ന് നിർബന്ധമില്ല, ഇതെന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ പോകുന്ന ആൾക്കാർക്ക് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ രണ്ടാമത് നോക്കുന്ന അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷമാണ് അവർ കൺഫേം ചെയ്യുന്നത് ഇതൊരു വീടാണെന്നുള്ളത്. അപ്പം ഇതൊരു വൈറ്റ് ഗ്രീൻ തീമിലാണ് ത്രൂ ഔട്ട് വന്നത്. കംപ്ലീറ്റ് എല്ലാം വൈറ്റ് തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ മാക്സിമം പ്ലാന്റ്സ് എല്ലാം ഗ്രോ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഇപ്പം കാണുന്നുണ്ടല്ലോ പ്ലാന്റ്സ് എല്ലാം ഗ്രോ ആയി വരുന്നതേ ഉള്ളൂ. അതെ, ആ കർട്ടൺ ക്രീപ്പേഴ്സ് ഒക്കെ ഇപ്പം നമ്മൾ ക്രീപ്പേഴ്സ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ജാലി വാൾ തന്നെ പോയത്. സോ ആ ജാലി വാളിന്റെ ആ എല്ലാ ഓപ്പണിങ്സിൽ കൂടെ നമുക്ക് കർട്ടൺ ക്രീപ്പേഴ്സ് ഇനി തിക്കായിട്ട് വളരണം. കൊള്ളാം. വീടിനുള്ളിൽ കയറാം. നമ്മൾ കയറി വരുന്ന പാർട്ട് ഇതാണ്.
ചെറിയ സൈഡിലുള്ള ആ ഒരു പ്ലാന്റർ ബോക്സുകൾ ഒരു ഗ്രീൻ എലമെന്റ് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ലൂവേഴ്സ് ഉള്ള പോലെ തന്നെ തോന്നൂല്ലേ? അതെ, പക്ഷെ ഒരു സൈഡിലേ ഉള്ളൂ. ഒരു സൈഡിലെ ലൂവറിന്റെ ഷാഡോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ട് വോളിലേക്ക് നമുക്ക് ആ സിമിലർ പാറ്റേൺ തന്നെ കിട്ടുന്നത്. UPVC ഗ്ലാസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത് വീട്ടിൽ ത്രൂ ഔട്ട് ആ ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി. പക്ഷെ നമ്മുടെ സൈറ്റ് കുറച്ച് ഉയർന്ന ആയതുകൊണ്ട് തന്നെ മറ്റുള്ള വീടുകളിലേക്കുള്ള വ്യൂവും അവിടെ നിന്നുള്ള വ്യൂവും കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാംബൂസ് എല്ലാ സൈഡിലും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അടിപൊളി. നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ കോർട്ട്യാർഡ് ആണ്. അപ്പൊ ഈ ഒരു സെൻട്രൽ കോർട്ട്യാർഡ് ആണ് ഈ C ഷേപ്പിലുള്ള വീടിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ പബ്ലിക് സ്പേസും പ്രൈവറ്റ് സ്പേസും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകമായിട്ട് വരുന്നത് ഈ കോർട്ട്യാർഡ് സ്പേസ് ആണ്. അതായത് ബെഡ്റൂം സെക്ഷൻ ഒക്കെ ഇങ്ങോട്ടാണ് വരുന്നത്, എല്ലാം റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ജാലി പാറ്റേൺ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഒരു L ഷേപ്പ് കോറിഡോർ ആണ്. അപ്പൊ ഈ കോറിഡോറിലാണ് നമ്മുടെ 3 ബെഡ്റൂംസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് വരുന്നത് കംപ്ലീറ്റ് നമ്മുടെ പബ്ലിക് സ്പേസ് ആണ്, കോമൺ സ്പേസ് ആണ്. നമ്മുടെ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ അതൊരു സിംഗിൾ ലൈനിൽ തന്നെ പോവാണ്. അപ്പം ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് വേണം, ഒരു ഔട്ട്ഡോർ സീറ്റിംഗ് സ്പേസ് പോലെ പുറത്ത് വേണം എന്നുള്ളത്. അപ്പം നമുക്കൊരു ചെറിയ ഏരിയ ആയതുകൊണ്ട് ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പിന്നീട് വരുമായിരുന്നു. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. അത് ഒരു വെറൈറ്റി ഏരിയ ആണ്. കാരണം കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഏരിയ ആരും പ്രതീക്ഷിക്കില്ല. പിന്നെ മുകളിൽ നമുക്ക് ഒരു സൺലൈറ്റ് വരുന്ന ഡയറക്റ്റ് കിട്ടുന്ന ഒരു ഏരിയ. അത്യാവശ്യം മഴയൊക്കെ ആണെങ്കിൽ നേരെ നമുക്ക് ഡയറക്റ്റ് വേണേൽ കിട്ടും. വേണമെങ്കിൽ ഭാവിയിൽ അത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്യുകയും ചെയ്യാം. അതെ, അല്ല ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. അതുപോലെ തന്നെ മഴവെള്ളം ഇങ്ങോട്ട് വീണോട്ടെ എന്നാണ് ക്ലയന്റും പറഞ്ഞിട്ടുള്ളത്. അവരും ഓക്കെയാണ്. അങ്ങനെ ആവട്ടെ. അതെ, ഒരു ചെറിയൊരു കോയ് പോണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം അല്ലേ? പോണ്ട്, ഇവിടെ ഒരു പോണ്ടും അതുപോലെ ചെറിയൊരു ഗ്രീനറി സ്പേസ്, അതും നമുക്ക് പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടേ ഉള്ളൂ, വളർന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞില്ലേ ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസം എന്നുള്ളത്. സിബിച്ചൻ ചേട്ടനും സിസിലി ചേച്ചി ഇതാ ഇവരാണ്. നമസ്കാരം. 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 ശരിക്കും നിങ്ങൾ പുൽപ്പള്ളിക്കാരല്ലേ? ഇവിടെ ഒരു പുതിയ വീട് ശശിമല. ഓക്കെ ഓക്കെ. കുറച്ച് നാളായല്ലോ ഈ വീട് പണിത്? കുറച്ച് നാളേ ഉള്ളൂ, 7 മാസം. ഓക്കെ ഓക്കെ. മക്കള് 2 പേരാണ്. എല്ലാരും പുറത്താ, ഇവിടെ ഇല്ല. ഒരു വീട് പണിതിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് മാറി വരും. അവർ നമ്മുടെ വീഡിയോ കാണാറുള്ള ആളുകളാണെന്ന് പറഞ്ഞപ്പം നമ്മൾ പരിചയപ്പെട്ട വളരെ സന്തോഷം അങ്ങനെ പറഞ്ഞപ്പം. അപ്പം എങ്ങനെ പോകുന്നു വീട് ജീവിതം? സന്തോഷമായിട്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന വീട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാ അല്ലേ? നമ്മുടെ ടിപ്പിക്കൽ ശൈലിയിലുള്ള ഒരു വീടൊന്നും അല്ല. ഇങ്ങനെ ഒരു വീട് പണിതപ്പോ എന്താ തോന്നി? എങ്ങനെയുണ്ട്? മക്കളുടെ ഒരു ഐഡിയ ആണല്ലോ. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ അമലും ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ടുള്ള അമലിന്റെ സപ്പോർട്ടാണ് ആദ്യം. ഇങ്ങനെ ഒരു വീട് പണിതപ്പോ നിങ്ങൾക്ക് ആദ്യമൊക്കെ അയ്യോ ഇങ്ങനെ ഒരു ഡിസൈൻ വേണോന്ന് തോന്നിയോ? ഒരിക്കലും അല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മക്കളുടെ പേരെങ്ങനെ? മകളുടെ പേര് സോജിയ, മകന്റെ പേര് സോജറ്റ്. ഇപ്പൊ ഇത് മൊത്തം ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അടുക്കള തൊട്ട് ഇവിടെ TV കാണുന്ന സ്ഥലം വരെ ഓപ്പൺ ആണ്. അപ്പൊ അത് ശരിക്കും ഗുണമാണോ? അത് ശരിക്കും ഇത് ഗുണമായിട്ട് തന്നെയാ തോന്നുന്നത്. കാണാൻ സൗകര്യം അല്ലേ? ഇല്ലെങ്കിൽ അങ്ങ് അടുക്കളയിൽ വരണം വേറെ. നമ്മളെ വീടിന്റെ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. ലിവിംഗ് സ്പേസ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പബ്ലിക് സ്പേസ്. അങ്ങ് കിച്ചൺ വരെ, കിച്ചണും പോട്ട് അങ്ങ് പുറത്ത് അല്ലേ? അതെ, മെയിൻ ഡോർ വരെ നമുക്ക് വിസിബിൾ ആണ്. കാരണം ഈ ഒരു ലൈനിൽ തന്നെയാണ് നമ്മുടെ ലിവിംഗ് സ്പേസും ഡൈനിങ്ങും കിച്ചണും. കിച്ചന്റെ ബാക്കിൽ നമ്മളൊരു ചെറിയൊരു വർക്ക് സ്പേസും കൂടി ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് ഏരിയ പോലെ. എന്നാൽ ഈ ഏരിയ എല്ലാം കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇനിഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ വീട്ടിലാകെ 2 പേരാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇവരുടെ മക്കൾ പുറത്താ. അപ്പം ഒരാൾ ഇപ്പൊ TV കാണുവാണെങ്കിൽ ഒരാൾ കിച്ചണിൽ വർക്ക് ചെയ്യുവാണെങ്കിലും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് തന്നെ. ചായ എടുത്തെന്ന് പറയുമ്പോൾ അതെ, ഇവിടെ ചായ എടുത്ത് വെക്കുന്നു, അവര് 2 പേരും ഒരുമിച്ച് തന്നെ അവർക്ക് TV കാണാം, എൻജോയ് ചെയ്യാം. സിബിച്ചൻ ചേട്ടൻ ചായ കുടിക്കാൻ വരുന്നു. അതെ, തമ്മിലുള്ള കണക്ഷൻ മുറിയുന്നില്ല. അതുകൊണ്ട് മക്കൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഏരിയാസും ഈ പബ്ലിക് സ്പേസ് എല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെ ചെയ്താൽ മതി, പാർട്ടീഷൻ വാൾസ് ആവശ്യമില്ലാണ്ട് വേണ്ട. അവര് വളരെ ബ്രില്യന്റ് ആയിട്ട് ചിന്തിച്ച് ചെയ്തു. ഇപ്പം വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപാട് ഓപ്പൺ സ്പേസുകൾ കൊടുക്കും. ഗ്ലാസ് ആണ് സൈഡ് വാൾസ് ഒക്കെ കുറെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് റോഡിലേക്ക് നോക്കാനൊക്കെ ആണെങ്കിലും ഈ ചെറിയ സൈഡിലെ ഗാർഡനെ കാണാനാണെങ്കിലും നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് കൊടുത്തോണ്ട് തന്നെയാണ് പർപ്പസ്ഫുള്ളി നമ്മൾ ഇങ്ങോട്ട് മുള വെച്ച്. ഇനിയിപ്പം ഇത് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ആവും. എന്നാലും നമുക്ക് പുറത്തേക്കുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ
പ്ലാൻ ചെയ്തത്. യെസ്. ഇപ്പൊ ഇവിടെ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്ന ഒരു 6 സീറ്റർ ഡൈനിങ് സ്പേസ് ആണ്. നോർമലി അല്ലേ, അധികം ഒന്നും നമ്മൾ ഫർണിച്ചേഴ്സിലേക്ക് അങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടില്ല. ശരിയാണല്ലോ. പർപ്പസിനുള്ള ഫർണിച്ചേഴ്സ് മാത്രം, അതും ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ ഇങ്ങോട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. 45 ലക്ഷം രൂപയ്ക്കാണ് ഈ 2000 സ്ക്വയർ ഫീറ്റിലെ വീട് പൂർത്തിയായി. വീടും കോമ്പൗണ്ട് വാളും അതിന്റെ ബാക്കി എല്ലാ ചെലവുകളും അവരതിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഇനി കിച്ചൺ ആണ് വരുന്നത്. ഒരു ചെറിയ പാർട്ടീഷൻ അല്ലേ, ഒരു വൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. നമ്മൾ അവിടുന്ന് റെഡിയായ ഫുഡ് ജസ്റ്റ് ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പർപ്പസേ ഉള്ളൂ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഒന്നും ഇരുന്ന് കഴിക്കാൻ ആൾക്കാർ ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവര് തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. സിവിച്ചൻ ചേട്ടോ എന്ന് വിളിക്കുമ്പോൾ അതെ, സാധനം എടുത്ത് വെക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഏരിയ വന്നിട്ട് ചെറിയൊരു ഫ്ലോട്ടഡ് ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്പേസ് അത്. അതെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വാഷ് ഏരിയ ഒരു സെപ്പറേറ്റ് ഒരു കട്ടിങ്ങിലാണ് പ്ലാൻ ചെയ്യാറ്. പക്ഷെ ഈ വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു സി ഷേപ്പ്, ആ ഷേപ്പിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ എങ്ങോട്ടും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ വാഷ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിൽ തന്നെ ഒരു ചെറിയ പാർട്ടീഷൻ വെച്ചിരിക്കുന്നത്. അതെ അതെ. ഓക്കെ, നൈസ്. ഇനി ഇത് കിച്ചൺ ആണ്. അതെ, ഓപ്പൺ ആയിട്ടുള്ള മിനിമൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള കിച്ചണിലേക്ക് നമ്മുടെ ആ ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്ന ഒരു സ്പേസും, പിന്നെ അവർക്ക് ഓവൻ യൂസ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റും, അതുപോലെ അവരുടെ സിങ്കും, മെയിൻ സിങ്കും. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതെ അതെ. ഇത്ര ലളിതമായിട്ട് ഒരു വീട്, ഒരു കിച്ചൺ കൊള്ളാം. പിന്നെ ഒരു വർക്ക് ഏരിയ ആണ്. അതെ, ഇതാണ് നമ്മുടെ പബ്ലിക് സ്പേസും പ്രൈവറ്റ് സ്പേസും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാസേജ്. അപ്പൊ നമ്മുടെ സൺ മൂവ്മെന്റിനനുസരിച്ച് എപ്പോഴും ഇതിലേക്കുള്ള ആ ഒരു ജാലിന്റെ ആ ഒരു പാറ്റേൺസ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഡയറക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ സൺ മൂവ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ നമുക്ക് പാസേജിൽ ഓരോ സമയങ്ങളിൽ ഓരോ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഒരു സ്റ്റാറ്റിക് ഒരു ഷോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ടൈം ലാപ്സ് വെച്ചറിയാം എങ്ങനെയാ പോകുന്നത്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ 3 ബെഡ്റൂമുകൾ ഇവിടെയാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഇവിടെ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. എത്ര സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഒന്നും വെച്ചിട്ടില്ല, സിമ്പിൾ. അതെ, നമ്മൾ പർപ്പസ് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം, പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. കാരണം ഈ റൂം ഒന്നും യൂസ് ചെയ്യാൻ ഇവിടെ ആൾക്കാരില്ല ഇപ്പൊ. അപ്പം അത് മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ട് സ്പേസ്. ബാക്കിലെ ആ വാൾ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ ഷെയ്ഡ്. ഇപ്പോഴാണ് ഇച്ചിരി കണ്ണൊന്ന് വൈറ്റിൽ നിന്ന് മാറിയത്. അതെ അതെ. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ ആ ഒരു ബെഡ്റൂം സ്പേസ് കഴിഞ്ഞ ഒരു സീറ്റിംഗ് ഏരിയ ആയിരുന്നു പ്ലാൻ ചെയ്തത്. അത് നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു ഫുൾ ലെങ്ത് വിൻഡോയും വൈറ്റ് കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതങ്ങ് അടച്ചിട്ടാലും അത്യാവശ്യം ലൈറ്റ് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടേക്ക്. അതെ, എപ്പോഴും നമുക്കിപ്പോഴാണെങ്കിലും നമ്മള് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, കംപ്ലീറ്റ് നാച്ചുറൽ വെന്റിലേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ. ഓക്കെ. അപ്പൊ ഇതൊരു ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. ഇനി ഇവിടുന്ന് വേറൊരു സ്പെഷ്യൽ സ്പേസ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ദൂരെ സഞ്ചരിച്ച് വേണം നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് എത്താൻ വേണ്ടി. ഈ പോരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ എലിമെന്റ്സ് ഉണ്ട്. ഇത് ഫാമിലി ഫോട്ടോ ഫ്രെയിം വാളാണ്. ഇതാണ് ഫാമിലി അല്ലേ? അതെ, ഫുൾ ഫാമിലി. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ട്, കറക്റ്റ് സ്പേസ് അത്. അതെ, അല്ല നമ്മളിങ്ങനെ പാസ് ചെയ്ത് വരാൻ ഒരു ടൈം എടുക്കുമല്ലോ, ആ ടൈമിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം കുറച്ച് പെയിന്റിങ്സും ഫാമിലി ഫോട്ടോ ഫ്രെയിംസും ആയിട്ട് പ്ലാൻ ചെയ്താണ്. എക്സിബിഷൻ കാണാൻ പോകുന്നുണ്ട്, ഇങ്ങനെ നോക്കി പോവാം. ഇതും കറക്റ്റ് സ്പേസിലാണ് ആപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ കുറച്ച് ലെങ്ത്. ഇതൊക്കെ കംപ്ലീറ്റ് ജാളിയാണ്. ഇവിടെ നിന്നൊക്കെ ഒരു ലൈറ്റ് ചില സമയങ്ങളിൽ വരാനുണ്ടാവും. ഇവിടുന്നാണ് ഇപ്പൊ നമ്മുടെ ആ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് ഉള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇവിടുന്നാണ്. അതെ. ഓക്കെ. അപ്പൊ ഡയറക്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് എല്ലാ റൂമിൽ നിന്നും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ആ സിറ്റ് ഔട്ടിൽ വന്ന ആളെ കാണാൻ പറ്റും എല്ലാ റൂംസിൽ നിന്നും. നമ്മളെ കാണിയല്ല, ഇവിടെ ഉള്ളവരെ കാണിയല്ല. ഇല്ല. ഓ, ഈ ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം കൊണ്ടുവരുന്ന ഒരു ബെഡ്റൂം. കാരണം ഒരു ഉച്ച കഴിഞ്ഞ സമയത്തൊക്കെ ഈ വീടിന്റെ ഉള്ളിലേക്ക് നല്ല പ്രകാശമാണ് ഈ റൂമിൽ. അതെ അല്ലേ? കാരണം ഈ ബെഡ്റൂമാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ളത്. കാരണം നമ്മൾ ആ നേരത്തെ പറഞ്ഞ നമ്മുടെ സൗത്ത് വെസ്റ്റ് ഫേസിംഗ് ആണ് വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് വിൻഡോയിൽ നിന്ന് നാച്ചുറൽ ലൈറ്റിങ് ആവശ്യത്തിലധികം വരുന്നുണ്ട്. അതെ. ഇനിയിപ്പോ നമ്മൾ ആ പുറത്ത് ആ ചെടിയെല്ലാം ലൂട്ട് ചെയ്യപ്പോ വെച്ചത് തന്നെ ഈ ഒരു ലൈറ്റിങ്ങിനെ കുറച്ചായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു പാച്ച് ഉണ്ടാവും വരാനായിട്ട്. അതെ. ബാക്കിലെ വാൾ ഒരു ഹാർഷ് ലൈറ്റിംഗ് നമുക്ക് ഒഴിവാക്കി കിട്ടും. ബാക്കിലത്തെ വാള് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാഷ്റൂം. ഇത്രേ ഉള്ളൂ, ഇത്രയും മതി. അതെ. അപ്പോൾ ഈ ബ്ലൂ മൂൺ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. പ്രകാശം പരത്തുന്ന, ശരിക്കും വിളങ്ങി നിൽക്കുന്ന ഒരു വീട്. ഒത്തിരി സന്തോഷം തോന്നുന്ന പ്ലസന്റ് അറ്റ്മോസ്ഫിയറുള്ള ഒരു വീട്. ആ വീട്ടിൽ നമ്മൾ പോവാണ് കേട്ടോ.
അപ്പം ഈ ചേട്ടനാണ് ഈ വീട് പണി കഴിപ്പിച്ച ആളല്ലേ? അതെ. ചേട്ടന്റെ പേര് സിംസൺ ചേട്ടൻ. ഇവിടെ നാട്ടുകാരൻ തന്നെയാണ്. അതെ അല്ലേ? ചേട്ടൻ ഈ നാട്ടിലെ വീടുകളൊക്കെ ചെയ്ത ഒരാളാണ്. 1500 വീട് ചെയ്തിട്ടുണ്ടോ? സിസ്ലി ചേച്ചി, ചേട്ടാ അടിപൊളി വീട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. അപ്പൊ സന്തോഷത്തോടെ ഇരിക്കുക, അടിപൊളി. മക്കൾ വരുമ്പോൾ ചില്ല് ചെയ്യാം. ഓക്കെ, അപ്പം എ കൺസെപ്റ്റ് അല്ലേ? അതെ. യെസ് ബ്രോ. നമ്മുടെ ഓഫീസ് വരുന്നത്, നമ്മുടെ ഓഫീസ് കാലിക്കറ്റ് എരഞ്ഞിപ്പാലവും അതുപോലെ വയനാട് പുൽപ്പള്ളി. വയനാട് പുൽപ്പള്ളി. ഓക്കെ, നാട്ടിലുണ്ട്. അതെ. ഇത് നമ്മുടെ പേര്, നമ്മുടെ ടീമിലെ ആളാണ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ പുതിയൊരു അടിപൊളി വെറൈറ്റി വീടും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ചേട്ടാ ചേച്ചി എടാ ഒരു ബൈ പറഞ്ഞേരെ. ബൈ.